തിരുവല്ല പ്രവാസി അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവല്ല ഫെസ്റ്റ് 2025 എന്ന പേരിൽ ഒരു വൻപിച്ച പരിപാടി, വൈവിധ്യമാർന്ന പരിപാടി സെപ്റ്റംബർ 26 സെൻട്രൽ സ്കൂളിൽ വെച്ച് സെൻട്രൽ സ്കൂൾ കുവൈറ്റിൽ വെച്ച് നടത്തുന്നു എന്നറിഞ്ഞു. അതിൻ്റെ ഒരു സ്ഥാപക പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതിൻ്റെ പുറകോട്ട് നോക്കുമ്പോൾ അന്നത്തെ തിരുവല്ലയിലെ MLA ആയിരുന്ന ശ്രീ മാമൻ മത്തായി ഇവിടെ കുവൈറ്റിലെത്തിയപ്പോൾ അദ്ദേഹം എൻ്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ നാട്ടുകാരെ എല്ലാവരും കൂടി ഒത്തുചേർത്തുകൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് വളരെയധികം പ്രോത്സാഹനം നൽകിയത് ഞാൻ ഇത്തരത്തിൽ ഇവിടെ സ്മരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ ഇവിടെയുള്ള തിരുവല്ലക്കാരായിട്ടുള്ള കുറച്ച് പേരെയൊക്കെ വിളിച്ചു കൂട്ടി 17 പേരോളം അന്ന് പങ്കെടുത്തു. അങ്ങനെ അവിടെ വെച്ചൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി എന്നെ പ്രസിഡൻ്റായിട്ടും രാജീവ് വഞ്ചിപ്പാലത്തെ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്ന് തിരഞ്ഞെടുത്തു. അതിനുശേഷം ഞങ്ങൾ വീടാന്തരം കയറി ഇറങ്ങി തിരുവല്ലയിൽ നിന്നും ഇവിടെ വന്ന് താമസിക്കുന്നവരായിട്ടുള്ള ആൾക്കാരെ എല്ലാം ഒത്തുചേർത്തുകൊണ്ട് അവരെ എല്ലാം മെമ്പേഴ്സായി ചേർത്തുകൊണ്ട് 2000-ൽ-അധികം മെമ്പേഴ്സിനെ ചേർക്കുവാനായിട്ട് അന്ന് കഴിഞ്ഞു. അതിനെ തുടർന്ന് അതിൻ്റെ ഒരു ഉദ്ഘാടനം വൻപിച്ച പരിപാടിയോടുകൂടി ശ്രീമതി അന്നത്തെ MLA ആയിരുന്ന എലിസബത്ത് മാമൻ മത്തായി MLA ആണ് അത് നിർവഹിച്ചത്. അത് അന്ന് ഇവിടെ ഒരു റിസോഴ്സ് നടത്താൻ എത്തിയ ശ്രീ M മുരളി XMLA അതിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതും ഞാനിവിടെ സ്മരിക്കുകയാണ്. അന്ന് ഇത് തുടങ്ങുന്നതായിട്ടുള്ള അവസരത്തിൽ നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തിരുവല്ലയിൽ നിന്ന് ഈ കുവൈറ്റിൽ വന്ന് പാർക്കുന്നതായിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും കൂടെ ഒത്തുചേർന്ന് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവരെ ഒന്ന് അന്യോന്യം പരിചയപ്പെടുവാനും ആ പരിചയമൊക്കെ പുതുക്കുവാനും ഒക്കെയുള്ള ഒരു വേദി ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. അത് ഒരു പരിധി വരെ വിജയിച്ചു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. തുടർന്ന് അതുപോലെ തന്നെ നാട്ടിൽ സാമൂഹിക സേവന രംഗത്ത് പല പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നു, മറ്റേ ചില രോഗികളെ സഹായം എത്തിക്കുന്നതിനുമൊക്കെ ഉള്ള ചില കർമ്മ പദ്ധതികൾ അന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതൊക്കെ ഞാനിവിടെ സ്മരിക്കുകയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അതിനുശേഷം ഇവിടെ പല ആൾക്കാർ പല നാട്ടിൽ നിന്നും തിരുവല്ലയിൽ നിന്നും മാത്യു തോമസ് MLA, അതുപോലെ തന്നെ ബ്ലസ്സി, അങ്ങനെ തുടങ്ങി പ്രമുഖ നേതാക്കന്മാരൊക്കെ ഇവിടെ വന്നപ്പോൾ അവർക്കൊക്കെ അത്യുജ്വലമായ സ്വീകരണങ്ങളൊക്കെ നൽകി അവരെയൊക്കെ ആദരിക്കുവാനൊക്കെ കഴിഞ്ഞതും ഞാനിവിടെ സ്മരിക്കുകയാണ്. ഇതിപ്പോൾ അന്ന് നമ്മുടെ പ്രധാന ലക്ഷ്യം ആയിട്ട് അന്ന് ഉണ്ടായിരുന്ന ഒരു കാര്യം നമ്മളെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചായിട്ടുള്ള അതിൻ്റെ ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൂടി നാട്ടിലുള്ള പാവങ്ങളായിട്ടുള്ളവരെ കൂടി സഹായിക്കുവാനായിട്ടുള്ള പദ്ധതി ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല പദ്ധതികളും ക്രമീകരിച്ചിരുന്നു. അത് ഇപ്പോഴൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. പുതിയതായിട്ട് ഇപ്പോൾ ശ്രീ ജെയിംസ് കൊട്ടാരത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വളരെ സജീവമായ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. ഏറ്റവും ധന്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് ഈ സംഘടനയെ ഏറ്റവും നല്ല നിലയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയണം, അതിനിടയാകണം. ഈ പരിപാടി സെപ്റ്റംബർ 26 നടക്കുന്ന ഈ പരിപാടി ഏറ്റവും വിജയപ്രദമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസ്മരിക്കുന്നു.